അതേ മുസ്ലിമീങ്ങളെ, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ഇടക്ക് എത്രയെത്ര ദുആകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, എത്രയെത്ര ദിക്റുകളാണ് നമുക്ക് ചൊല്ലാനുള്ളത്. സ്വർഗം ഇൻഷൂർ ചെയ്യാനുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ തൊട്ട് അവിടുന്ന് അങ്ങോട്ട് ഉറങ്ങുമ്പോൾ അവസാനമായി നമ്മൾ ചൊല്ലേണ്ട പദങ്ങൾ വരെ, രാവിലെ എഴുന്നേറ്റാൽ പറയേണ്ടുന്ന ആയത്തുകൾ, എഴുന്നേറ്റാൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, എഴുന്നേറ്റാൽ ചൊല്ലേണ്ടുന്ന ഓരോ വചനങ്ങളും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് സമൂഹത്തോട് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും അർത്ഥസഹിതം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, പ്രദോഷത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ഏത് ഘട്ടത്തിൽ എന്തൊക്കെ ചൊല്ലണോ അതൊക്കെ കൃത്യമായി ഞങ്ങൾ സമൂഹത്തോട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഞങ്ങളോടാണോ ഓ ഫൈസിമാരെ നിങ്ങൾ ദിക്റിനോട് വെറുപ്പാണെന്ന് പറയുന്നത്, ഫാത്തിഹ വെറുപ്പാണെന്ന് പറയുന്നത്, യാസീനോട് വെറുപ്പാണെന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാൽ വിരളി പിടിച്ചോടും എന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്തൊരു ആത്മാർത്ഥതയാണ് ഇതൊക്കെ പറയുമ്പോഴുള്ളത്? നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ ചില ദിക്റുകൾ ഞങ്ങൾ അംഗീകരിക്കൂല. അത് ചാഞ്ചാടി ദിക്റാണ്, അത് തുള്ളിച്ചാട്ട ദിക്റാണ്, അത് ഓടിച്ചാടി ദിക്റാണ്, അതിങ്ങനെ ഹാലളകുന്ന ദിക്റാണ്, അതിങ്ങനെ ദപ്പുമുട്ടിയിട്ട് നിങ്ങളിങ്ങനെ ദിക്റ് ചൊല്ലിയിട്ട് അവസാനം അതാ ഓരോരുത്തരങ്ങ് വിടഞ്ഞു വീഴുന്നു. പറയണം വൈസിമാരെ, നിങ്ങൾ ഇതിൻ്റെ സനതൊന്ന് പറയണം. കാണിക്കൂ മോനെ, ദിക്റുകളുടെ സാമ്പിൾ ഒന്ന് കാണിക്ക്. നിങ്ങൾ ശ്രദ്ധയോടെ ഈ സമസ്തക്കാരുടെയും ഷിയാക്കളുടെയും ജൂതന്മാരുടെയും ദിക്റുകളുടെ സാമ്പിളുകൾ നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് ബാക്കി ഞാനൊന്ന് വിശദീകരിക്കാം. അടുത്ത വരട്ടെ. കണ്ടില്ലേ? അതിലിടക്കൊരു ചങ്ങായിനോട് വടിയുണ്ട്, കണ്ടില്ലേ? അത് ഇവിടെ ഈ പരിസരത്തൊരു വടിത്തങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു വടിത്തങ്ങൾ ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ നടക്കും എന്നിട്ടാണ് മൂപ്പര നിൽക്കുന്നത്. ഈ തുള്ളലൊക്കെ ഇതിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. പറയൂ സമസ്തക്കാരെ, ഏത് കോട്ടയിലുള്ള ആളുകളാണെങ്കിലും ചോദിക്കാണ്, സമസ്തക്കാരോടാ ചോദിക്കുന്നത്. ഈ ചാഞ്ചാട്ട തുള്ളിച്ചാടി ദിക്റിനുള്ള സനത് പറ. ഷാഫി ഇമാമിലെത്തുന്ന, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിലെത്തുന്ന, നാഫി റളിയല്ലാഹു അൻഹുവിലെത്തുന്ന, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന നിങ്ങളുടെ പരമ്പര കണ്ട് വായിക്കൂ ഫൈസി. ഉളുപ്പില്ലാതെ വെറുതെ ഇങ്ങനെ ഞങ്ങൾക്ക് പരമ്പരണ്ട് പനങ്കൊലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് തെളിയിക്ക്.
നിങ്ങളുടെ ആദർശം തെളിയിക്ക്. ഈ ദിക്ർ ഞങ്ങൾ അംഗീകരിക്കൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഇങ്ങനെ ആടിയതിൻ്റെ ഒരു സനത് കൊണ്ടുവാ. ഈ തുള്ളി ചാടിയിട്ട് ഇങ്ങനെ സ്പ്രിങ് ആക്ഷനിലും വളഞ്ഞ ആക്ഷനിലും ചാടിയ ആക്ഷനിലും ചാഞ്ചാടിയ ആക്ഷനിലും, എന്നിട്ട് അവസാനം ഇവിടെ അങ്ങോട്ട് ഹാദറാകൂ എന്ന് പറഞ്ഞ് തുണി വിരിച്ചതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഒരുത്തനവിടെ ഷഹീദായി. ഒരുത്തനവിടെ കടന്നു, അവിടെ മുട്ടാണ്. ഈ മുട്ടും വിളിയുമുള്ള ഈ റാത്തീബിന്റെ സംസ്കാരം, ഈ സമ്പ്രദായം തനിച്ച ജൂദായിസമാണ്. ഇസ്ലാമിൽ അതിൻ്റെ പാരമ്പര്യം നിങ്ങൾക്ക് കാണാൻ കഴിയൂല. അത് സാമിരി നടത്തിയ ഡാൻസാണ്. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഡാൻസ് ആടിയിട്ടുണ്ടായിരുന്നു മൂസ അലൈഹിസ്സലാമിൻ്റെ ശത്രുക്കളായിരുന്ന സാമിരിയുടെ അനുയായികൾ. ആ കാലഘട്ടത്തിലെ അന്നത്തെ സമസ്തായിസം എന്ന് കൂട്ടിക്കോ, അവരാണ് ഇതിൻ്റെ തുടക്കക്കാര്. അതല്ലാതെ മുത്തു മുസ്തഫയിലേക്ക് എത്തുന്നൊരു പരമ്പര തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്ന് വളരെ ആത്മാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്.